എന്തായാലും പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി ഇപ്പോൾ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ അർദ്ധരാത്രിയിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത എന്നത്. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണം നടന്നത് ഈ ഏപ്രിൽ മാസം, കഴിഞ്ഞ മാസം 22-ാം തീയതി ഉച്ചതിരിഞ്ഞ് ആണെങ്കിൽ ഇപ്പോൾ ഈ ദിവസം മെയ് മാസം 7-ാം തീയതി പുലർച്ചെ ഭാരതത്തിന്റെ വലിയ പ്രത്യാക്രമണം പാകിസ്ഥാന് നേരെ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം നൽകുന്ന റിപ്പോർട്ട് പ്രകാരം കനത്ത പ്രഹരം പാക് ഭീകരർക്ക് നമ്മുടെ സൈന്യം നൽകിയിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കശ്മീരിലെ ഏതാണ്ട് 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഭാരതത്തിന്റെ ഒരു മിസൈൽ ആക്രമണം നടന്നു എന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ആദ്യം പ്രതിരോധ മന്ത്രാലയവും അതിനുശേഷം ഭാരതത്തിന്റെ കരസേനയും ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലുള്ള വലിയ ആക്രമണം ഇപ്പോൾ പാകിസ്ഥാന് നേരെ ഭാരതം നടത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് POJKയിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. മാത്രമല്ല, കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ ഈ സൈന്യം നടത്തിയിരിക്കുന്ന ഈ ഒരു മിസൈൽ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി നവമാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ്. നമുക്ക് ട്വിറ്ററിൽ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ കാണാം. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കാണ് ഈ ഘട്ടത്തിൽ ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. നേരത്തെ 2016 ഉറി ഭീകരാക്രമണത്തിൻ്റെ കാലഘട്ടത്തിലും സമാനമായ രീതിയിൽ POJKയിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടി ഉണ്ടായിരുന്നു. അന്ന് സെപ്റ്റംബർ മാസം 29-ാം തീയതി പുലർച്ചെ ഭാരതത്തിന്റെ പാരാമിലിറ്ററിയിലെ പ്രത്യേക കമാൻഡോകൾ POJKയിലെ നിയന്ത്രണ രേഖ കടന്നുകൊണ്ട് അകത്തേക്ക് 1 കിലോമീറ്റർ അകത്തേക്ക് സഞ്ചരിക്കുകയും അന്ന് ഈ POJKയിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. അതിന് സമാനം എന്ന രീതിയിൽ തന്നെയുള്ള വലിയ തിരിച്ചടി തന്നെ ഇപ്പോൾ സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന്, സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അതായത് 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഒരേ സമയങ്ങളിൽ ഭാരത സൈന്യത്തിന്റെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇതിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം പാകിസ്ഥാൻ ഈ ആക്രമണം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തങ്ങളുടെ രാജ്യത്ത് ഇത്തരത്തിൽ ഭാരതത്തിന്റെ മിസൈലുകൾ പതിച്ചുവെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും പാകിസ്ഥാൻ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പാകിസ്ഥാനിലെ പല വിമാനത്താവളങ്ങളും, പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ അടച്ചുകൊണ്ടുള്ളൊരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ലാഹോറിലെയും അതുപോലെ തന്നെ കറാച്ചിയിലെയും ഒക്കെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ അടയ്ക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദിൻ്റെയും അതുപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബയുടെയും ക്യാമ്പുകൾക്ക് നേരെയാണ് ഭാരതത്തിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ഭീകര സംഘടനകളാണ് പഹൽഗാമിൽ നടന്നിട്ടുള്ള 26 നിഷ്കളങ്കരായ ആളുകളെ, ഭാരതീയരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ലഷ്കർ ഇ തോയ്ബയുടെ അനുബന്ധ സംഘടനയായിട്ടുള്ള ദ റെസിസ്റ്റന്റ് ഫ്രണ്ടും അതോടൊപ്പം തന്നെ ഈ മറ്റൊരു പാക് ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ്. നമുക്കറിയാം, ജെയ്ഷെ മുഹമ്മദ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരുപക്ഷെ നേരിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഭാരതത്തിൽ പാകിസ്ഥാന് വേണ്ടി പല കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെയും മറ്റും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. അതിനാൽ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഈ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ക്യാമ്പുകൾക്ക് നേരെയാണ് ഇപ്പോൾ ഭാരത സൈന്യത്തിൻ്റെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ്റെ പ്രതികരണം ആദ്യഘട്ടത്തിൽ ഈ ഒരു ആക്രമണം, ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം പാകിസ്ഥാൻ സമ്മതിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇതിനു മുൻപ് 2019 പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഭാരതം തിരിച്ചു നടത്തിയ എയർ സ്ട്രൈക്ക് പാകിസ്ഥാൻ ആദ്യഘട്ടങ്ങളിലൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത്തരമൊരു എയർ സ്ട്രൈക്ക് നടന്നിട്ടില്ല എന്ന നിലപാടായിരുന്നു അന്ന് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ഈ അർദ്ധരാത്രിയിൽ ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൻ്റെ സ്ഥിതി 9 സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് ഹിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മിസൈലുകൾ. അതിനാൽ ഈ ഒരു പ്രത്യാക്രമണം ഇപ്പോൾ പാകിസ്ഥാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 9 സ്ഥലങ്ങളിലായി ഭാരതത്തിന്റെ മിസൈലുകൾ പതിക്കുകയും വലിയ നാശനഷ്ടം പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം
കൂട്ടിച്ചേർക്കാനുള്ളത് ഇത് മുൻപ് നടന്നിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കുകളെക്കാട്ടിൽ വലിയ പ്രഹരമുള്ള തിരിച്ചടിയാണ് ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2016 സർജിക്കൽ സ്ട്രൈക്ക് അത് ഭാരതത്തിൻ്റെ സൈന്യം നേരിട്ട് ചെന്ന് ഭീകര കേന്ദ്രങ്ങളിൽ വെടിയുതിർക്കുകയായിരുന്നു. അന്നും വലിയ നാശനഷ്ടം അവിടെ റിപ്പോർട്ട് ചെയ്തു എന്നത് വസ്തുതയാണ്. ഒപ്പം 2019 പഹൽഗാമിൻ്റെ പുൽവാമയുടെ സമയത്തും എയർ സ്ട്രൈക്ക് ഭാരതം നടത്തുന്ന ഘട്ടത്തിലും ഇത്ര വലിയൊരു തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന് പാകിസ്ഥാൻ നേരിടേണ്ടി വന്നത്. പക്ഷേ ഇത് കനത്ത പ്രഹരം, കനത്ത മിസൈൽ ആക്രമണം തന്നെ അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും മിസൈൽ തൊടുത്തുവിട്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഭേദിച്ചുകൊണ്ട് ഈ മിസൈലുകൾ കടന്നുപോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഭാരതം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പുറത്തുവിടുകയാണ്. ഇനിയും പാകിസ്ഥാൻ ഏത് നിലയിലാണ് ഈ വിഷയത്തോട് നാളത്തെ പകൽ സമയങ്ങളിൽ പ്രതികരിക്കുക എന്നത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. കാരണം നാളത്തെ ദിവസം നമുക്കറിയാം ഭാരതത്തിലെമ്പാടും വലിയ മോക്ക് ഡ്രില്ലിനുൾപ്പെടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു ഘട്ടമാണ് ഉള്ളത്. മോക്ക് ഡ്രില്ലുകൾ നാളെ രാജ്യത്ത് ഓരോ സ്ഥലങ്ങളിലും, കേരളത്തിലെ തിരുവനന്തപുരം, എറണാകുളം ഉൾപ്പെടെ രാജ്യതലസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 259 ഭാരതത്തിലെ കേന്ദ്രങ്ങളിൽ നാളെ മോക്ക് ഡ്രില്ല് നടക്കാൻ ഇരിക്കുകയായിരുന്നു. കാരണം മോക്ക് ഡ്രില്ലിനെ സംബന്ധിച്ച് നമുക്കറിയാം അതൊരു യുദ്ധസമാനമായ അന്തരീക്ഷങ്ങളിൽ പൊതുവെ നടക്കുന്ന ഒന്നാണ്. മുൻപ് കാർഗിലിൻ്റെ കാലഘട്ടങ്ങളിലും അതോടൊപ്പം തന്നെ 971 യുദ്ധ കാലഘട്ടങ്ങളിലുമൊക്കെ നമ്മുടെ രാജ്യത്ത് മോക്ക് ഡ്രില്ലുകൾ ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്തരം മോക്ക് ഡ്രില്ലുകൾ നാളെ പകൽ സമയങ്ങളിൽ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നഗരകേന്ദ്രങ്ങളിലും സ്കൂളുകളിലുമൊക്കെ നടത്തുമ്പോൾ ഒരു വലിയ ജാഗ്രതാ നിർദ്ദേശം നമ്മുടെ സർക്കാർ നൽകുകയാണ് പൊതുസമൂഹത്തിന്. മാത്രമല്ല ഇത്തരം ഒരു തിരിച്ചടിക്ക് ഭാരതം സജ്ജമായിരുന്നു. അത് ഇന്നത്തെ രാത്രി വളരെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നലെ പകൽ രാജ്യതലസ്ഥാനത്ത് വളരെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ മുഴുവൻ സമയം സംപ്രേഷണം നടക്കുന്ന ഘട്ടത്തിലും നമ്മൾ ജനം TV പ്രേക്ഷകരിലേക്ക് അത്തരം വാർത്തകൾ കൂടി നമ്മൾ ഇന്നലത്തെ പകൽ സമയത്ത് നൽകിയതാണ്. കാരണം വളരെ നിർണായകമായ ചർച്ചകൾ ഇന്നലെ നടന്നത്. ഒന്ന്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്നലെ പകൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് സാഹചര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. അദ്ദേഹം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോക്ക് കല്യാൺ മാർഗിലേക്ക് എത്തുകയും അവിടെ വെച്ച് നിർണായകമായ കൂടിക്കാഴ്ചയിലൂടെ അതിർത്തിയിലെ സാഹചര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ നാളത്തെ ദിവസം, അതായത് ഇന്നിപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു പ്രത്യാക്രമണം ഏത് ദിശയിലാകും, ഏത് സ്വഭാവമുള്ളതാകും എന്നത് സംബന്ധിച്ചൊരു ധാരണ നൽകുന്ന രീതിയിലുള്ള കൂടിക്കാഴ്ച തന്നെയാണ് ഇന്നലത്തെ പകൽ സമയം രാജ്യതലസ്ഥാനത്ത് നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ നേതൃത്വത്തിലും ഇന്നലെ ഡൽഹിയിൽ ഒരു യോഗം നടന്നു. മാത്രമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 5 ദിവസങ്ങൾ മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം വീണ്ടും ചേർന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസം ഈ യോഗം ചേർന്നിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച മുമ്പ് സമാനമായ രീതിയിലുള്ള യോഗം ചേർന്നു. നമുക്കറിയാം ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതോടൊപ്പം തന്നെ സംയുക്ത സേനാ മേധാവിയും ഉൾപ്പെടെയുള്ളവരാണ്. അന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം സൈന്യത്തിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം വന്നു. ഇനിയും സൈന്യമാണ് സമയവും അതോടൊപ്പം തന്നെ കാലവും നിശ്ചയിക്കേണ്ടത് എന്ന നിർദ്ദേശമാണെന്ന് മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അന്ന് തന്നെ തിരിച്ചടി അധികം വൈകാതെ തന്നെ സുനിശ്ചിതമാണ് എന്ന് പൊതുസമൂഹത്തിന് കൃത്യമായ ധാരണ ലഭിച്ചു. മാത്രമല്ല കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിന് ശേഷം വളരെ സുപ്രധാനമായ മറ്റൊരു കൂടിക്കാഴ്ച കൂടി ഡൽഹിയിൽ നടന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു എന്നുള്ളതാണ്. അതായത് ഭാരതത്തിൻ്റെ 3 സേനാ വിഭാഗങ്ങളുടെ തലവന്മാരുമായി സംസാരിച്ചതിന് ശേഷം പിന്നീട് പ്രധാനമന്ത്രി അന്ന് കണ്ടത് RSSൻ്റെ തലവനായ ഡോക്ടർ മോഹൻ ഭാഗവതിനെയാണ്. അങ്ങനെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ RSSൻ്റെ കൂടി പിന്തുണ ഈ വിഷയത്തിൽ സർക്കാരിനും സൈന്യത്തിനും ഉറപ്പുവരുത്തുകയായിരുന്നു 7 ലോക്ക് കല്യാൺ മാർഗിൽ നടന്ന ആ ഒരു കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനം എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ആ ചർച്ചകൾ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുന്ന ഘട്ടത്തിലാണ് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഭാരതത്തിൻ്റെ മിസൈലുകൾ അവിടെ പതിച്ചിരിക്കുന്നത്. എന്തായാലും ഭാരതം ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നാണ് ഈ മിസൈലുകൾ പതിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും POJKയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ലക്ഷ്യം ഭേദിച്ചുകൊണ്ട് ഈ മിസൈലുകൾ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും വലിയ നാശനഷ്ടം
നാശനഷ്ടം POJKയിലെ ഈ ഭീകര കേന്ദ്രങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ നിരവധി ഭീകരന്മാർ ഈ ലോഞ്ചിങ് പാഡുകളിൽ ഇപ്പോൾ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. 9 സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ, അതായത് ചെറിയ ചെറിയ മിനിറ്റുകളുടെയോ അല്ലെങ്കിൽ നിമിഷങ്ങളുടെയോ വ്യത്യാസത്തിലുള്ളൊരു വലിയ സ്ട്രൈക്കാണ് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അടുത്ത കാലത്തൊന്നും ഇത്ര വലിയൊരു സൈനിക നടപടിയിലേക്ക് ഭാരതം കടന്നിട്ടില്ല എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. കാരണം ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇതിപ്പോൾ മൂന്നാമത്തെ പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ തിരിച്ചടി നേരിട്ട് സൈന്യം നൽകുകയാണ്. അതിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. മുൻപ് ഉറിയിലെ സൈനിക താവളത്തിന് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിൽ 2016 ഉറി ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി 2016 സെപ്റ്റംബർ 29 പുലർച്ചെ സമാനമായ രീതിയിൽ POJKയിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഭാരതം നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ട്. അത് നേരിട്ട് ഭാരതത്തിൻ്റെ സൈന്യം അതിർത്തി കടന്ന് ഏതാണ്ട് 70ഓളം വരുന്ന ഇന്ത്യൻ കമാൻഡോ വിഭാഗം നേരിട്ടെത്തിയാണ് അന്ന് ആക്രമണം നടത്തിയത്. അതിനുശേഷം പിന്നീട് 2019 ഫെബ്രുവരി 14 പുൽവാമയിലുണ്ടായ ഭീകരാക്രമണം, 40 CRPF ജവാന്മാരെ ഭാരതത്തിന് നഷ്ടപ്പെട്ട ആ ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിലാണ് 2019 ഫെബ്രുവരി മാസം 26 പുലർച്ചെ ഇതേപോലൊരു നേരം പുലർന്നു വരുന്ന ഘട്ടത്തിൽ 2 മണി 3 മണി സമയത്താണെന്ന് ബാലാക്കോട്ടിലെ ജിഹാദി സ്കൂളുകൾക്ക് നേരെ ഭാരതത്തിന്റെ വ്യോമസേനയുടെ പ്രത്യാക്രമണം ഉണ്ടായത്. അന്ന് ആ പ്രത്യാക്രമണത്തിൽ കനത്ത നാശനഷ്ടം ജെയ്ഷെ മുഹമ്മദിന് ഉണ്ടായി. അത് പാകിസ്ഥാൻ വളരെ ഉള്ളിലേക്ക് കടന്നു. ഭാരതത്തിന്റെ പോർവിമാനങ്ങളെന്ന് പാകിസ്ഥാനിലെ 5 പ്രവിശ്യകളിൽ ഒന്നായ ഖൈബർ പഖ്തൂനിലേക്ക് കടന്നു വന്നുള്ള വലിയ എയർ സ്ട്രൈക്കാണ് സുരക്ഷാ സേനയുടെ ഭാരതത്തിൻ്റെ വ്യോമസേനയുടെ ഭാഗത്തു നിന്നും 2019 ഉണ്ടായത്. അതിൽ എത്ര ഭീകരന്മാർ മരിച്ചു എന്നത് സംബന്ധിച്ചുള്ള കണക്കുകൾ ഇപ്പോഴും പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഈ തിരിച്ചടികളെ, ഈ എയർ സ്ട്രൈക്കോ അതല്ലെങ്കിൽ 2016 സർജിക്കൽ സ്ട്രൈക്കിനെക്കാട്ടിൽ കടന്ന രീതിയിലുള്ള വലിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് മിസൈൽ ആക്രമണമാണ്. ഭാരതത്തിൽ നിന്നും നിരവധി മിസൈലുകൾ വിട്ടുകൊണ്ട് വലിയ നാശനഷ്ടം ഇപ്പോൾ ഈ POJKയിലെ പാക് അധിനിവേശ ജമ്മു കാശ്മീർ മേഖലയിൽ ഭാരതം നൽകിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ രാത്രി സമയത്ത് തന്നെ നമ്മൾ നൽകുകയാണ്. കാരണം ഇത് ഭാരതത്തിലെ പൊതുസമൂഹം കാത്തിരുന്ന തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏപ്രിൽ മാസം 22 ഉച്ച കഴിഞ്ഞ് 26 ഭാരതീയരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതും കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുകയും കലിമ ചൊല്ലാൻ അറിയാത്ത ആളുകൾ ഈ ഭൂലോകത്തിൽ തന്നെ വേണ്ട എന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ജിഹാദികൾ നടത്തിയ ഭീകര ആക്രമണമാണ് പഹൽഗാമിൽ നമ്മൾ കണ്ടത്.